എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും എനിക്ക് തന്നെ നിങ്ങളോട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവതരിപ്പിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ അറപ്പ് തോന്നുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. എന്നാൽ കുറേ പേരെങ്കിലും പറയും എന്നാൽ മിണ്ടാണ്ടിരുന്നൂടെ എന്ന്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ മിണ്ടാതിരിക്കലല്ലല്ലോ നമ്മുടെ പണി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രതികരിക്കേണ്ട കാര്യങ്ങളെ പ്രതികരിക്കുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ്. ശരിക്കും ഒരു കാവിയൊക്കെ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. കാവി ഇട്ടത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഓ അവനൊരു സംഖ്യയായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. കാരണം പുള്ളിക്കാരൻ്റെ കഴുത്തിൽ ഒരു കുരിശുമാലയൊക്കെ കിടപ്പുണ്ട്. നോക്കൂ, ഒരു കുരിശുമാലയൊക്കെ കിടപ്പുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു ഫോണിലേക്ക് എടുത്തതാണ് കേട്ടോ. ഒരു കുരിശുമാലയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇയാളെ കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് വിചാരിക്കും. ഈ കുരിശുമാലയും ഈ കാവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇയാൾ കാണിക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് വിചാരിക്കും. അയാളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അയാൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കുഴപ്പം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, അങ്ങേരുടെ മുന്നിലിരിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കൂ. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഇയാളുടെ മുന്നിലിരിക്കുന്ന ഫുഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ശരിക്കും അയാൾ കഴിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു, അയാളുടെ മുന്നിൽ റിയലായിട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നു എന്തോ ഫ്രൈ ചെയ്തതാണ് ആ നിരത്തി വെച്ചിരിക്കുന്നത്, നെത്തോലി പോലെ ഉള്ളൊരു സംഭവം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ സെൻറ്റർ ഭാഗത്ത് ഇതെന്ന് പറഞ്ഞാൽ എഗ്ഗാണ്, എഗ്ഗ് ബുഡ്സയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല, അദ്ദേഹം ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന സംഭവം അതൊന്നുമല്ല. ഈ ഭാഗത്ത് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു മയോണൈസോ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു. ഇത് ടൊമാറ്റോ സോസ് ആയിരിക്കും ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇയാളുടെ കയ്യിലൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് അല്ലാതെ ഒരു ഷോർട്ട് ഭാഗമായിട്ട് അല്ലാതെ കട്ട് ചെയ്തിടാൻ നോക്കാം, പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. സ്ത്രീകളെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന ഒരു ഡാഡി ഇല്ലാത്തവനാണ് ഇവനെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു 30 സെക്കൻഡിനകത്ത് മാത്രമുള്ളൊരു വീഡിയോ കേട്ടോ. ഇവ കഴിക്കുന്നത് നോക്കൂ. ഇതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാവില്ല, അത് ഒരു സാനിറ്ററി പാഡാണ് ഇവർ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഈ സൈഡിലിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ അവൻ കഴിക്കുകയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ബ്ലഡാണ് അവൻ കാണിക്കുന്നത്. ഇത് മെൻസ്ട്രൽ കപ്പാണ് കാണിക്കുന്നത്. അതിനുള്ളിൽ ഇരിക്കുന്ന ബ്ലഡാണ് അവൻ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇത്രയേറെ സ്ത്രീകളെ നിങ്ങൾക്കിതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ റിയലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പോട്ടെ, ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞത് പോട്ടെ. ഇതിൻ്റെ റിയൽ വീഡിയോ ഞാനിപ്പോൾ തന്നെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയുന്നതെന്ന്. ഇവൻ ഫസ്റ്റ് കാണിച്ചത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നു. ഇത് കാണിച്ചിരിക്കുന്നത് പറഞ്ഞു തരാം. ഇത് കാണിച്ചിരിക്കുന്നത് ബ്ലഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവൻ ഫസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു സംഭവം ഇവൻ ചുരുട്ടി തിന്നുന്നതായിട്ട് കാണിക്കുന്നു. അത് പാഡ് പോലത്തെ, അത് എന്തോ വെച്ചിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സംഭവം കാണിക്കുന്നത് പാഡാണ്. അതിനുള്ളിൽ ബ്ലഡ് പോലെ ഏതാണ്ട് സോസ് വല്ലതും ആയിരിക്കും, ബ്ലഡിൻ്റെ കളറിൽ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത് ചുരുട്ടി മടക്കി അവൻ കഴിക്കുന്നത്. ആ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇരിക്കുന്ന റെഡ് കളറിൽ കാണുന്ന അതെന്തോ സോസോ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ബ്ലഡിനെയാണ് കാണിക്കുന്നത്. അതെടുത്ത് കഴിക്കുന്നു. പിന്നീട് ഈ സെൻറ്ററിൽ കാണിക്കുന്നത് ബുഡ്സയാണ്. അതിന് ചുറ്റും ഈ നിരത്തി വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ കാണിച്ചിരിക്കുന്നത് അണ്ടാശയത്തിലോട്ട് ഇങ്ങനെ ബീജം കയറിപ്പോകുന്ന ആ ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അത് പറക്കി തിന്നുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഇരിക്കുന്ന വൈറ്റ് കളറ് എടുത്തിട്ട് അത് കഴിക്കുന്നു. കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത്
ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവം ഇത് കേൾക്കുന്ന സ്ത്രീകൾക്കൊക്കെ മനസ്സിലാവും എന്താണെന്ന്. അതാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ്, അതിനുള്ളിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്ന സംഭവമായിരിക്കും. പക്ഷേ കാണിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? ആ ഒരു മെൻസ്ട്രൽ കപ്പ് എടുത്ത് കാണിച്ചിട്ട് അതിലെന്തെങ്കിലും ബീട്രൂട്ട് ജ്യൂസോ എന്തെങ്കിലും സംഭവമായിരിക്കും. അതിങ്ങനെ കാണിച്ചിട്ട് മണത്ത് നോക്കുന്നു. പിന്നീട് പുള്ളിക്കാരൻ അതങ്ങ് കഴിക്കുന്നു. എന്തുവാടേ ഇത്? പെണ്ണുങ്ങളെ ഇതിനേക്കാൾ കൂടുതൽ മോശമായിട്ട് ഈ കാണിക്കുന്ന ഈ നായിൻ്റെ മോന് തള്ളയൊന്നും ഇല്ലേ? അമ്മയൊന്നും ഇല്ലാണ്ട് ഇവൻ ഭൂമിയിൽ താനേ ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. ഇവന് പെങ്ങന്മാരാരും ഇല്ലേ എന്തോ അറിയില്ല. എന്തായാലും ഇവനൊരു സൈക്കോ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഉള്ള ഒരു വ്യക്തിക്കും ഇവൻ്റെ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ലൊട്ട നോക്കി 2 ചവിട്ട് കൊടുത്താൽ തീരത്തക്ക കാര്യമേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. എന്തായാലും ആ വീഡിയോ ഇതിൽ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടില്ലേ? അങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സത്യത്തിലുണ്ടല്ലോ ഇതുപോലെയുള്ള വാഴകൾ. ശരിക്കും ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഇവനൊക്കെ ഇവിടെ കിടന്നിങ്ങനെ വിളയുന്നത്. ശരിക്കും ഇവനെയൊക്കെ ഒറ്റ അടിക്ക് കൊന്നു കളയണം. ഇതിനെയൊന്നും ജീവിക്കാൻ പോലും അനുവദിക്കരുത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെയൊക്കെ കാണിക്കുന്ന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബോച്ചെ നമ്മുടെ ഹണിറോസിനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന പേരിലാണ് പുള്ളിക്കാരനെ എന്തോ തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് കണക്ക് രാഖി രാമാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകളെ മൊത്തത്തിൽ ഇത്ര മ്ലേച്ഛമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് റീൽസൊക്കെ ചെയ്യുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഭരണകൂടത്തിന്? എന്തായാലും ഞാനൊരു 30 സെക്കൻഡുള്ള ആ ഒരു വീഡിയോ ഇവിടെ വെക്കുന്നു. അത് നിങ്ങൾ കണ്ടോ? അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്കിത് കണ്ടിട്ട്? നിങ്ങൾക്കിത് കണ്ടിട്ട് അവനെ 2 പൊട്ടിക്കാൻ എത്ര പേർക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം ഒന്ന്, നിങ്ങൾ റിയലായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, എന്തോ എനിക്ക് മനം പരട്ടി കൊണ്ടുവന്നു. കണ്ടപ്പോൾ വെറുപ്പ് തോന്നിപ്പോയി. ഇവനൊക്കെ ശരിക്കും ആൺവർഗത്തിന് പോലും മാനക്കേടാണ്. വാഴ. അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ എന്താണ്, ഈ ഓണമെങ്കിലും ആകുമ്പോൾ എനിക്കൊരു സിൽവർ ബട്ടൺ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തരണം. അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം. നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.